ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. എൻ്റെ പേര് ജെയ്റ്റ് എന്നാണ്. ട്രിവാൻഡ്രം NVT ഹുണ്ടായി റെപ്രസെന്റ് ചെയ്ത് വെക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോൾ ന്യൂ ഹുണ്ടായി അൽക്കസറിന്റെ പ്രോഡക്റ്റ് ഡെമോയെ കുറിച്ചൊരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹുണ്ടായെ കുറിച്ചൊന്ന് പറയാം. ഹുണ്ടായി അറൌണ്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് വെഹിക്കിൾസിൽ സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന ഒരു കാർ ബ്രാൻഡാണ് ഹുണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ നമുക്ക് സെക്കൻഡ് പൊസിഷനും അതുപോലെ വേൾഡിൽ നമുക്ക് തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു കാർ മാനുഫാക്ചറാണ് ഹുണ്ടായി മോട്ടോഴ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അൽക്കാസറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നമുക്ക് ഹുണ്ടായിക്ക് എല്ലാ സെഗ്മെന്റ്സിലും വെഹിക്കിൾസും ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു 6 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ സെഗ്മെന്റിൽ നമുക്ക് ഹുണ്ടായിൽ ഒരു വെഹിക്കിൾ ഇല്ല. അപ്പം ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് ആ ഒരു നീഡ് ബേസ് ചെയ്താണ് നമുക്ക് ഹുണ്ടായി അൽക്കാസർ എന്ന് പറഞ്ഞൊരു വെഹിക്കിൾ 2021 നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഫസ്റ്റ് ഫേസ് വേർഷനാണ് ലാസ്റ്റ് 9th ഈ സെപ്റ്റംബർ 9th നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ മോഡലാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് ഹുണ്ടായി അൽക്കാസർ വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിൻ ക്രോം ഫിനിഷ് ഹുണ്ടായി ലോഗോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് നമുക്ക് കുറച്ചും കൂടെ ഹുണ്ടായി ആ ബ്രാൻഡിങ്ങും അതുപോലത്തെ ആ വെഹിക്കിളിന്റെ ആ ഒരു റോഡ് പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തൊട്ട് താഴെ തന്നെ ഒരു സീക്വൻഷ്യൽ ടൈപ്പ് ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഹെഡ്ലാമ്പ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും കോഡ് ബീം LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത് നമുക്ക് വെഹിക്കിളിൽ. ഫോർ ബ്രൈറ്റർ വ്യൂ ആയിരിക്കും നമുക്ക് നൈറ്റ് ഡ്രൈവായി പോലും വരുന്നത്. പിന്നെ നമുക്ക് ഈ DRLs പറയുമ്പോൾ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പാരാമെട്രിക് ഡിസൈനിലാണ് LED ഹെഡ്ലാമ്പ്സ് അറേഞ്ച് ചെയ്തിട്ട്. അതുപോലെ നമുക്ക് ഒരു സീക്വൻഷ്യൽ ടൈപ്പ് നമുക്കൊരു ടേൺ ഓൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചേഞ്ച് ചെയ്യണം. സൈഡ് പ്രൊഫൈലിലാണെങ്കിൽ നമുക്ക് 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടേൺ ഓൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന മിററിലാണ്. അപ്പോൾ ഒരു ടേൺ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എതിരെ വരുന്ന ആൾക്കും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിന്റെ വെഹിക്കിളിന്റെ വീൽ ബേസ് പറയുമ്പോഴത്തേക്കും 190 mm ആണ് വെഹിക്കിളിന്റെ വീൽ ബേസ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിന്റെ മറ്റൊരു കാര്യം പറയുമ്പോഴത്തേക്കും ഒരു 6 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ സെഗ്മെന്റ് വെഹിക്കിളാണ്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഒരു വീൽ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 270/60 mm വീൽ ബേസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് അതുപോലെ ഒരു ബ്രിഡ്ജ് ഓൺ ടൈപ്പ് റൂഫ് റെയിലും വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ ഒരു സ്പോർട്ടിനെസ് വെഹിക്കിളിന് തരുന്നുണ്ട്. വെഹിക്കിളിന്റെ റിയറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫുള്ളി ചേഞ്ച് ആയിട്ടുള്ള ഒരു വെർഷനാണ് നമുക്ക് റിയറിലും കാണാൻ പറ്റുന്നത്. റിയറിൽ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഷാർപ്പിന്റെ ആന്റിന വരുന്നുണ്ട്. പിന്നെ അതുപോലെ റിയർ വൈപ്പർ അതുപോലെ ഡിഫോഗർ ലൈൻസും നമുക്ക് ഇതിലാണ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു റിയർ ടെയിൽ ലാമ്പ് തന്നെ നമുക്കൊരു പാരാമെട്രിക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു H ഷേപ്പ് പാരാമെട്രിക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കിഡ് പ്ലേറ്റും വെഹിക്കിളിൽ അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം വെഹിക്കിളിന്റെ ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് വരുമ്പോൾ നമുക്ക് 180 ലിറ്റേഴ്സ് ആണ് നമുക്ക് ബൂട്ട് സ്പേസ് ആയിട്ട് വരുന്നത്. അതേസമയത്ത് നമുക്ക് സെക്കൻഡ് റോവും കൂടെ ഇത് ചെയ്ത് നമുക്ക് 590 up to 590 ലിറ്റേഴ്സ് വരെ നമുക്ക് ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വെഹിക്കിളിൽ നമുക്ക് അതുപോലെ തന്നെ ഒരു ടിൻ എക്സോസ്റ്റ് ആണ് നമുക്ക് വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് റോ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതൊരു 6 സീറ്റർ വെഹിക്കിൾ ആണ്. അപ്പം ഇത് അപ് ടു 7 സീറ്റർ സെഗ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതേസമയത്ത് 6 സീറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് 7 സീറ്റർ ആകുമ്പോൾ ബെൻ സീറ്റ് ആയിരിക്കും വരുന്നത്. നമുക്കിത് 6 സീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതിലൊരു ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. അതിൽ മറ്റൊരു കാര്യം ഇതിൽ നമുക്ക് ഒരു റിയർ സീറ്റ് വെന്റിലേഷൻ അവൈലബിൾ ആണ്. അതുപോലെ റിയർ സീറ്റ് തൈ എക്സ്റ്റൻഷനും ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഒരു ലാപ്ടോപ്പ് ട്രേയും നമുക്ക് ഈ വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നെ അറിയുന്ന പോലെ നമുക്ക് സീറ്റ് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, വാക്കിൻ ഡിവൈസ് ഉണ്ട്. അതുപോലെ തന്നെ റിയർ AC വെന്റും അതുപോലെ ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വാക്കിൻ ഡിവൈസും ഈ വെഹിക്കിളിൽ അവൈലബിൾ ആണ്.
വെഹിക്കിളിന്റെ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണേണ്ടത് നമുക്ക് വെഹിക്കിളിന്റെ സീറ്റ് മെമ്മറി ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വെഹിക്കിളിന് 2 സീറ്റ് മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. അതിന്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് പവർ വിൻഡോസും അതുപോലെ ഇലക്ട്രിക് അഡ്ജസ്റ്റൻ മിറേഴ്സിന്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വെഹിക്കിളിന് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മെയിനായിട്ട് അറിയേണ്ടത് നമുക്ക് വെഹിക്കിൾ കുറച്ചും കൂടെ പ്രീമിയം ഫീൽ തരുന്നതാണ്. പ്രീമിയം ഫീൽ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയാലും ബാക്കി എല്ലാ ഡിസൈനും ഒരു പ്രീമിയം SUV ആ ഒരു പാറ്റേണിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് വെഹിക്കിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അതിൽ സ്റ്റിയറിംഗ് വീല് തന്നെ പറയാം. നമുക്കൊരു ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ അതിൽ തന്നെ നമുക്ക് ഒരു ലെതർ റാപ്ഡ് ഫിനിഷ്ഡ് വരുന്ന ഒരു ലെതറി മെറ്റീരിയൽ വരുന്ന ഒരു ലെതർ റാപ്ഡ് ആണ് ഈ സ്റ്റിയറിംഗ് വീല്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇതിൽ തന്നെ. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ നമുക്ക് ഇൻഫോർടൈൻമെന്റും പറയാം. അപ്പം ഇൻഫോർടൈൻമെന്റ് കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻഫോർടൈൻമെന്റും പിന്നെ അതുപോലെ 10.25 ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്ററുമാണ് വരുന്നത്. അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഡ്യുവൽ സോൺ ടൈപ്പ് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അതായത് നമുക്ക് വെഹിക്കിളിൽ നമുക്ക് 2 ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് 2 സൈഡിലുള്ള AC വെന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു നമുക്ക് വയർലെസ് ചാർജർ ഈ വെഹിക്കിളിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സെൻട്രൽ കൺസോളിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് താഴെ എക്സ്റ്റെൻഡ് നോക്കുമ്പോഴത്തേക്കും ഡ്രൈ മോഡ്സിന്റെ സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ ഒരു കോക്പിറ്റ് ഇൻസ്പയർഡ് ഗിയർ നോബാണ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് അതുപോലെ ഓട്ടോ ഹോൾഡ് 360 ക്യാമിന്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വിസിബിൾ ആവുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് സീറ്റ് വെന്റിലേഷന്റെ ബട്ടൺസും നമുക്കിവിടെ വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇതിൽ നമുക്ക് എന്താണ് പാനോറമിക് വോയിസ് എനേബിൾഡ് പാനോറമിക് സൺറൂഫ് ഫോർ പെട്രോൾ വെഹിക്കിൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്ലൂലിംഗ് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹ്യുണ്ടായിയുടെ തന്നെ ഫസ്റ്റ് കണക്റ്റഡ് കാർ ആപ്ലിക്കേഷൻ ആണ്. അത് വെഹിക്കിളിന്റെ ഒരു 70+ ഫീച്ചേഴ്സ് നമുക്ക് നമ്മൾ ഫോൺ വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്.